എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റർഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വീണ്ടും 2 ടേബിൾ സ്പൂൺ കൂടി പാലൊഴിച്ച് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂട് സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഡെലിഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കസ്റ്റർഡ് മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒട്ടും തന്നെ കട്ടയില്ലാതെയാണ് ഇത് മിക്സ് ചെയ്തെടുത്തത്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 1/2 ലിറ്റർ പാലാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാല് നന്നായി ചൂടായി വന്ന ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാല് തിളച്ച് വന്നപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് മിക്സ് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയ ശേഷം ബാക്കിയുള്ള കസ്റ്റർഡ് മിക്സും കൂടി ചേർത്ത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി കസ്റ്റർഡ് മിക്സും പാലും കൂടി ചേർന്ന് നന്നായി കുറുകി വരുന്നത് വരെയും തുടർച്ചയായി ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ചൂടാറിയ ശേഷം മാത്രം നമുക്ക് ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ ആപ്പിളിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും 15 ഗ്രേപ്സും ഒരു പൊമഗ്രാനേറ്റിൻ്റെ 1/4 ഭാഗവും ഒരു മാങ്ങയുടെ പകുതിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായി ചേർക്കാനെടുത്തത് ഈന്തപ്പഴമാണ്. 5 ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി. ചൂടാറി കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. ഇത് ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമായ ഫ്രൂട്ട് കസ്റ്റർഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.